guys, welcome back to my YouTube channel. This is Tisango and you're watching Tisango Diaries. ഇപ്പോൾ നമ്മൾ എവിടെത്തി? എയർപോർട്ട് ഗൈസ്, ഇപ്പോഴും ഇവർക്ക് സ്ഥലം അറിയില്ല. ബട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ എൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് ഒരു ചെറിയ ഗസ് ഉണ്ട്. കാരണം ഇവർ ഗസ് ചെയ്ത സ്ഥലം, അമ്മ ഗസ് ചെയ്തതിൽ ഒരു സ്ഥലം റൈറ്റ് ആണ്. ആൻഡ് ചേച്ചി അത് കുറച്ച് കേട്ടു. ഓക്കെ, അമ്മ എവിടെയാണ്? കോലാലംപൂർ. അല്ലേ, റോങ് ആൻസർ. സിംഗപ്പൂർ റോങ്. അതിൽ ആദ്യത്തെ ദിവസം തൊട്ട് പറയുന്നിടത്ത് പറയട്ടെ, ചേച്ചി ഗസ് ചെയ്യണ്ട, ബിക്കോസ് ചേച്ചി ഇത് ചെറുതായി കേട്ടു. നമ്മൾ തായ്ലൻഡിലാണ് പോകുന്നത്. ആൻഡ് തായ്ലൻഡിൽ എല്ലാവരും പോകുന്നത് ബാങ്കോക്ക് പട്ടായയാണ്. ബട്ട് നമ്മൾ പോകുന്നത് ഫുക്കറ്റ് കരാബിയാണ്. കരാബിനെയാണ് അമ്മ ക്രാബ് ക്രോക്കഡൈൽ പറഞ്ഞത്. അങ്ങനെ സ്പെസിഫിക് ആയി കറക്റ്റ് കണ്ടുപിടിച്ചു. സ്റ്റാർട്ടിങ്ങിൽ എന്നെ തായ്ലാൻഡ് എന്ന് പറഞ്ഞു. തായ്ലൻഡ് പറഞ്ഞു ട്രിപ്പ് പോകണു. ഗസ് തായ്ലൻഡ്. അതെങ്ങനെയാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ആൾക്കാർ ശരിക്കും സ്ക്രിപ്റ്റഡ് ആയിരുന്നു വീഡിയോ. ഓക്കെ, അമ്മ ഗസ് എവിടെയായിരിക്കും? ഞാൻ പറയുകയാണെങ്കിൽ തായ്ലാൻഡ്. എന്താ നിങ്ങൾ ഇന്റർനാഷണലിലേക്ക് പോകുന്നത്? അല്ലേ, ഇന്റർനാഷണൽ അല്ലേ? ശരി, അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വന്നിരുന്നു. ഞാൻ ഇവർക്ക് സ്ഥലം റിവീൽ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. ബോർഡിംഗ് പാസ് ഒന്നും എടുത്തിട്ടില്ല. ഇനി നമുക്ക് പോയിട്ട് എടുക്കുക. ഫുക്കറ്റ് കരാബി. ആദ്യം നമ്മൾ കരാബിയിൽ പോവും. അവിടെ ഫോറസ്റ്റിലൊക്കെ പോയി കറക്കമുണ്ടാവും. പിന്നെ നമ്മൾ ഫുക്കറ്റിൽ വരും. അവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് 3 full days ഉണ്ട്. പെട്ടി പോരല്ലോ നമ്മ. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ പെട്ടി എടുത്തത്. ഒരു സൈഡ് മൊത്തം ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട്. അമ്മക്ക് വാങ്ങേണ്ടതൊക്കെ വാങ്ങിക്കോട്ടാ. ഇനി നീ ഇതുപോലത്തെ ട്രിപ്പിനൊക്കെ അമ്മനെ കൊണ്ടുപോകും? ഇല്ല, ഇനി ഞാൻ സോളോ മാത്രമേ പോകുന്നുള്ളൂ. നീ ഈ ട്രിപ്പ് ഹണ്ടർ എല്ലാം സെറ്റ് ചെയ്താൽ എല്ലാ വൗച്ചേഴ്സും നമ്മുടെ കയ്യിലുണ്ട്. ഓൾ സെറ്റ്. വെറുതെ പോയാൽ മാത്രം മതി. ഫോണിലുള്ളത് മാത്രം കാണിച്ചാൽ മതി. അതുകൊണ്ട് കയ്യിലൊന്നും ക്യാരി ചെയ്യേണ്ട. പിന്നെ തായ്ലൻഡിൽ കറൻസി പറയുന്നത് ബാത്താണ്. വിസ കിട്ടണമെങ്കിൽ ഒരാളുടെ കയ്യിൽ 10,000 ബാത്ത് വേണം. അത് നമുക്ക് ഇവിടെ പോയി കൺവേർട്ട്. ഓക്കെ, റെഡിയാണോ തായ്ലൻഡിൽ പോകാൻ? പിന്നെ അമ്മേനെ കൂട്ടാണ്ട് നമുക്ക് ഞങ്ങൾക്കും രാത്രി ഒന്ന് കറങ്ങാൻ പോകണം കേട്ടോ. നിങ്ങളറിയണ്ട. നിങ്ങൾ ഉറങ്ങി 10 മണിയാകുമ്പോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ വൈകിട്ട് നമുക്ക് നേരെ തായ്ലൻഡിൽ പോകാം. ഗൈസ്, നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കോൾ വരാൻ വേണ്ടിയിട്ട്, ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട്. നോക്കുന്നു, ഗേറ്റ് ഓൾറെഡി തുറന്നു. നമ്മളാരും അറിഞ്ഞില്ല. ബോധമില്ലാത്ത 3 ആൾക്കാരാണ് നമ്മൾ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ബാക്കിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നു. ഇനിയെ ഫ്ലൈറ്റ് കയറി ഡോർ അടച്ചിട്ട് ഇറങ്ങി പോടിയെന്ന് പറയും. എന്തുകൊണ്ട് നീ അറിഞ്ഞില്ല അവർ വിളിച്ചത്? നമ്മൾ പോയി നോക്കിയതല്ലേ. അതെ, ഇപ്പോഴും ആ സ്ക്രീനിൽ അങ്ങനെയുള്ളത്. എന്ത് കഷ്ടമാണ്. അവരുടെ ഭാഗത്തുള്ള തെറ്റാണത്. ഗൈസ്, അമ്മ എപ്പോഴും സ്ലോ മോഷൻ കളിച്ച് വരികയാണ്. അപ്പോഴത്തേനും പ്ലെയിൻ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി 3 hours 50 minutes ആണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അത്ര നേരമാണുള്ളത്. അപ്പോൾ ഞാൻ അത്രയും നേരം ഉറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഗൈസ്, നമ്മൾ ഫ്ലൈറ്റിൽ കയറി. എൻ്റെ സീറ്റ് ബാക്കിലായിരുന്നു. പിന്നെ ഇവരെന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ വന്നു. വേണ്ട. ഇപ്പം സമയം നാട്ടിലെ പുലർച്ചെ 2:45. നാട്ടിലെ 6 മണിക്ക് അവിടെ എത്തും. അപ്പം അവിടുത്തെ 8 മണി. ഫസ്റ്റ് നമുക്ക് ഉറങ്ങണോ അതോ പുറത്ത് പോകണോ? കാരണം നാട്ടിലത്തെ 6 മണിക്കാണ് നമ്മളവിടെ എത്തുക. അതായത് അവിടുത്തെ 8 നേരം. അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഉറങ്ങിയാൽ പോരെ. എന്തിനാണ് കണ്ട ഫ്ലൈറ്റ് പിടിച്ച് പോയിട്ട് ഉറങ്ങണല്ലടാ. ഉറങ്ങാതിരുന്നിട്ട് ടയേർഡ് ആവില്ലടാ. Guys, good morning from Thailand. Good morning, Mama. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ടാക്സി വരും. പുറത്ത് പോകണം, ടാക്സി കണ്ടുപിടിക്കണം, റൂം ചെക്ക് ഇൻ ചെയ്തൊന്ന് ഉറങ്ങണം. ഗൈസ്, ഇവിടെ ഒരു 100,000 പേര് ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചു. അത് നമ്മളിനി പോകും നമ്മുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ. ഗൈസ്, നമ്മൾ ടാക്സിയിൽ കയറി. ബാക്കിൽ കുട്ടികൾ 2 ആളുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. നേരെ ഹോട്ടലിൽ പോവാണ്. ഇവിടെ മഴ. ഞങ്ങൾ വന്നതിൻ്റെ ഐശ്വര്യം. ഞങ്ങളല്ല, ഞാൻ വന്നതിൻ്റെ ഐശ്വര്യം. ഓക്കെ, ഷിഹു ഗൈസ്, എന്താ എനിക്കറിയില്ല. ഇതിന് മുന്നേ ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറയുന്നത് ദുബായ്, ഹോങ്കോങ്, പിന്നെ ഞാൻ യൂറോപ്പിലും പോയി. അപ്പോൾ ഇവിടെ എനിക്ക് കാണുമ്പോഴേക്ക് ഇന്ത്യ പോലെ തന്നെ തോന്നണു.
എന്ന് വെച്ചാൽ ഈ സൈഡത്തെ ഈ മറ്റേ ഷെഡ് പോലത്തെ കെട്ടി വെച്ചിരിക്കുന്ന എന്തോ സാധനമല്ലേ, ഇത് കാണുമ്പോൾ എനിക്ക് കോയമ്പത്തൂർ നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ഉള്ളൊരു റോഡ് പോലെ തോന്നുന്നു. എനിക്ക് നമ്മുടെ പാലക്കാടും കേരളമൊക്കെ പോലെ തന്നെ ഉണ്ടടാ. ഓടിട്ട വീടൊക്കെ ഉണ്ട്. വലിയ വ്യത്യാസമില്ല. നമ്മുടെ അവിടെയും ഇവിടെയും ആയിട്ട് ക്ലൈമറ്റും ചെറിയ മഴ. എനിക്ക് തോന്നുന്നു നമ്മൾ മെയിൻ സിറ്റിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എയർപോർട്ടിലാണ് യൂഷ്വലി മെയിൻ സിറ്റി വെക്കാറ്. കുഴപ്പമില്ല, പോട്ടെ, ഫണ്ണായിട്ടുണ്ട്. എവിടെ എത്തും നോക്കട്ടെ, എന്താ അവസ്ഥ നോക്കട്ടെ. ഗൈസ്, എൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണിത്. അല്ലമ്മ, നമ്മൾ വീട്ടിലേക്ക് പോണ വഴിയല്ലത് അല്ലേ? പച്ചപ്പം അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ബിൽഡിങ്ങും. ഇത് മണ്ണാർക്കാട് മല തന്നെയല്ല, കല്ലടിക്കോട് മല തന്നെ അപ്പുറത്ത്. സോ ഗൈസ്, നമ്മൾ ഹോട്ടലിലെത്തി ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. നേരെ പുറത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, സ്പാ ഉണ്ട്. വഴിയിൽ മൊത്തം സ്പാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഞാൻ കണ്ടില്ല, ഞാൻ ഉറങ്ങായിരുന്നു. ഞാൻ റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ഒന്ന് പുറത്തിറങ്ങി എക്സ്പ്ലോർ ചെയ്യാനും. ഗൈസ്, 2 മണിക്ക് ഉച്ചക്കാണ് ചെക്ക് ഇൻ. സോ അതുവരെ നമുക്ക് ഇനി പുറത്ത് അവിടെയും ഇവിടെയും പോയിട്ട് നിൽക്കണം. അപ്പോൾ നമ്മളൊരു വെള്ളം വാങ്ങാമെന്ന് വിചാരിച്ചു. വെള്ളത്തിന് 20 തായ് ബാത്താണ്. എൻ്റെ കയ്യിൽ ഏറ്റവും കുഞ്ഞു നോട്ടുള്ളത് 1000 ആണ്. സോ ഇവിടെ തായ്ലൻഡ് കാണിക്കൂ. തായ്ലൻഡിൽ വന്നിട്ടുള്ള ആദ്യത്തെ പറ്റ് ചേച്ചിൻ്റെ പേരിൽ. ഉളുപ്പുണ്ടോ? വന്നതും 20 രൂപ പറ്റ് വെക്കാൻ, 20 തായ് ബാത്ത്. അങ്ങനെ ആ വെള്ളം നമ്മൾ കുടിക്കാൻ പോവാണേ. എടുത്തോടാ വെള്ളം. ഗൈസ്, അങ്ങനെ ആദ്യമായിട്ട് ചേച്ചിയുടെ പുതിയ സാധനം ട്രൈ ചെയ്യണം. എന്ത് തോന്നുന്നു പുതിയൊരു ഫുഡ് ട്രൈ ചെയ്യുമ്പോൾ? മധുരം ഇഷ്ടമല്ല എനിക്ക്. അപ്പോൾ അത് വാങ്ങിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് അതാ കഴിച്ചു. ആദ്യത്തെ വായ അമ്മയ്ക്ക് കൊടുക്കണു. അതാ അമ്മയാണെങ്കിൽ നമ്മൾ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ആക്കിയതാണ്. എങ്ങനെയുണ്ട്? മാങ്ങ നന്നായിട്ടുണ്ട്. ചോറ് നമ്മുടെ ചോറല്ല, അത് ചവന്ന് പറഞ്ഞിട്ട് ഒരു ജെല്ല് മരത്തിൽ ചോറ്. തേങ്ങാപ്പാൽ ഒരു ടേസ്റ്റ് ഉണ്ട്. ചേച്ചി വീണ്ടും എന്തൊക്കെ അറിയണ പോലെ മറ്റേ സാധനമൊക്കെ ഒഴിച്ചു. നല്ല കട്ടിയാണ് ചോറ്. അപ്പോൾ ഇത് ഇടുമ്പോഴാണ് മധുരം ഓവർ ഉണ്ടോ? മാങ്ങൻ്റെ കൂടെ കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ട്. ഔട്ട് ഓഫ് 10 നീ എത്ര കൊടുക്കും? എനിക്ക് തിന്നാൻ അറിയാത്തതുകൊണ്ട് ഒരു 7 ഒക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചല്ലോ. ഇനി നമ്മൾ ചുമ്മാ ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട്. നല്ല കുരു ക്യൂട്ട് തിങ്സ്. ക്യൂട്ട്. 59 ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ ഒരു 120. ഗൈസ്, നമ്മൾ നടന്നിരുന്ന നമ്മുടെ ഫ്രണ്ടിൽ ബീച്ചാണ്. നല്ല ഭംഗിയുള്ള ബീച്ച്. സോ ഗൈസ്, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടെ ഇന്ത്യനും കിട്ടും ഇവിടത്തെയും കിട്ടും. അപ്പോൾ ഞാൻ വല്ല ബ്രെഡ് ടോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ചേച്ചി മാംഗോ സ്റ്റിക്കി റൈസ്, അഹാന കൃഷ്ണയുടെ ഫാനാണ് ചേച്ചി അല്ലേ? അപ്പോൾ ആ വീഡിയോയിൽ കണ്ട സാധനം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ കേക്ക് ട്രൈ ചെയ്യാനൊരു കൊതി. ഇപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡ്, ചോറ്, കറി. ഇതിനാണ് അവൾ ഈ മെനു നോക്കി ഈ ഷോ കാണിക്കുന്നത്. ഗൈസ്, ആണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു. ഞാൻ ബ്രെഡ് ടോസ്റ്റും ജാമും ബട്ടറും പൈനാപ്പിൾ ജ്യൂസ്. പക്ഷേ ആക്ച്വലി ഇതിനകത്ത് ഫുൾ ഐസാണ്. ഇത് ഞാൻ പറഞ്ഞ് ഇട്ടിപ്പിച്ചല്ല, ഞാൻ പറഞ്ഞവർ തന്ന എക്സ്ട്രാ ഐസ്. ഇതാണ് അമ്മൻ്റെ ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് ഹണി. ഹണി അപ്പുറത്തിരിക്കണ്ടേ. അമ്മയും ഒരു ഹണി, അമ്മ തിന്നുന്നതും ഹണി. ചേച്ചീൻ്റെ മാംഗോ സ്റ്റിക്കി റൈസ്. പിന്നെ അമ്മ ഈ ജ്യൂസ് വാങ്ങിച്ചു. എന്താ അമ്മൻ്റെ ജ്യൂസ്? മാംഗോ ജ്യൂസ്. ചേച്ചി ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചു. പക്ഷേ ഇത് ഓറഞ്ച് ടാങ്ക്, ഇത് പൈനാപ്പിൾ ടാങ്ക്, അത് മാംഗോ ടാങ്ക്. കാരണം ഇതിനകത്ത് വെറും വെള്ളത്തിൽ പൊടിയിട്ട പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങാം. ഫുഡ് കഴിച്ചാൽ എങ്ങനെയുണ്ട് അഭിപ്രായം പറയാം. ഓക്കെ ഗൈസ്, ഞാൻ ഈ സർപ്രൈസ് ട്രിപ്പ് ആയതുകൊണ്ട് അമ്മയും ചേച്ചിയൊന്നും വലിയ ഡ്രസ്സ് എടുത്തിട്ടില്ല. ഇവിടെ വന്ന് വാങ്ങാന്നുള്ള രീതിക്ക്. അപ്പോൾ ചേച്ചി ഇവിടെ നിന്ന് ഒരു ഡ്രസ്സ് നോക്കി, ഇതുപോലത്തെ. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് 350 ആണെന്ന്. അപ്പോൾ എനിക്കും ചേച്ചിക്കും വില പേശണമെന്നുണ്ട്, പക്ഷേ ഇവർ പുറത്താക്കുന്നൊരു പേടി. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒരു 250 നമുക്ക് പറയാം, എന്നിട്ട് അവർ ഇറങ്ങിപ്പോ പറയുമെങ്കിൽ നമുക്ക് സ്പോട്ടിൽ സ്ഥലം വിടാമെന്ന്. അങ്ങനെ 250 ചോദിച്ചപ്പോൾ അവർ എന്താ
പെട്ടെന്ന് ഓക്കേന്ന് ചില 150 പറഞ്ഞാൽ മതിയായിരുന്നു ഈശ്വര. ഇപ്പോഴാണ് എനിക്ക് ട്രിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ഡ്രസ്സിൽ നിർത്തണ്ട, കുറേ ഡ്രസ്സ് എടുക്കാം, എല്ലാം വിലവേശി വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെയെങ്കിലും അത്യാവശ്യം കുറച്ച് ഡ്രസ്സസൊക്കെ ഉണ്ട്. പക്ഷേ നാട്ടിലേക്ക് ഒരിക്കലും ഇടാൻ പറ്റൂല. എനിക്കിത് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മേനെ കൊല്ലും. ഇത് വെരി ക്യൂട്ട്, നല്ല ഇഷ്ടമായി. ഇത് വാങ്ങിയാലോ? ഫുള്ളാണെങ്കിൽ ചൂടെടുത്ത്. ഇവിടെ അമ്മയൊക്കെ വേർക്കാൻ തുടങ്ങി. നോക്കട്ടെ, വേർത്തു. അമ്മയും ഡ്രസ്സ് മാറ്റാൻ പോവാണ്. ചേച്ചി എടുത്താ? അത് അവർ എനിക്ക് 150 തരും. 250 ആണ് പറഞ്ഞതിനെ. 200 തരും. അപ്പോൾ നീ എന്താ പറഞ്ഞു? അതാ ഇത്തവണ ചേച്ചി വിലപേശിന് പോലെ ഞാൻ വരണമായിരുന്നു. റെയിൻബോ അമ്മ. ഗൈസ്, അങ്ങനെ അവിടുന്ന് രണ്ടാമത്തെ വിലപേശൽ നടന്നില്ല. ചേച്ചി പിന്മാറി. ഇപ്പം നമ്മൾ വേറൊരു കടയിൽ വന്നിരിക്കുകയാണ് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഞാൻ പറയുകയാണെങ്കിൽ ബാഗ് വാങ്ങും. കാരണം നമ്മളെല്ലാവരും ഇങ്ങനത്തെ ബാഗൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോഴും നടക്കുന്നത്. എൻ്റെ ബാഗ് പിന്നെയും കുഴപ്പമില്ല. ഇതാണ് ഏറ്റവും നല്ലത്, ക്യാമറ എടുക്കാനും ഇടാനും. കണ്ടോ? ഇതാണെങ്കിൽ എൻ്റെ ക്യാമറ എല്ലാം വെക്കാം. കണ്ടോ? എടി നീ എടുക്കണി ബാഗ്. എന്നിട്ട് നീ എൻ്റെ ക്യാമറ തൂക്കിക്കോ. ചോദിക്കാം അവരുടെ അടുത്ത്. നല്ല വലുപ്പമുണ്ട് അത്ര. ഡിസൈൻ ഉള്ളതും വേണമെങ്കിൽ എടുത്തോ, ഫാഷനായിട്ടുണ്ട്. പൊട്ടുമോ എൻ്റെ ക്യാമറ? ഇല്ല. ഗൈസ്, ഇവിടെ പല ഷേപ്സിലുള്ള സോപ്പുകൾ. മാങ്ങയുടെ സോപ്പ്, തേങ്ങയുടെ സോപ്പ്, പൂവിൻ്റെ സോപ്പ്, ഇത് 18+ സോപ്പ്, താമരൻ്റെ സോപ്പ്, പിന്നെ ഇതിനകത്ത് ചകിരിയുണ്ട്, സോപ്പും ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഗൈസ്, ഇവിടെയൊക്കെ മറ്റേ സാമ്പ്രാണിയും ക്യൂട്ട് ക്യാൻഡിൽസ്, ക്യൂട്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇതൊന്നും ഞാൻ ഉപയോഗിക്കൂല, വെറുതെ വാങ്ങാനുള്ളതുകൊണ്ട് ഞാൻ വാങ്ങുന്നില്ല. ഒരു ക്യൂട്ട് കപ്പ്. അയ്യോ ക്യൂട്ട്, ഇത്രയേ ഉള്ളൂ. മിനി തുത്തു. ഇവിടെ ആനയുണ്ട്, കുറേ പാത്രങ്ങളുണ്ട്, ബുദ്ധനുണ്ട്. ബുദ്ധൻ ഇതാ ബോക്സർ. എനിക്കൊരു കിക്ക് ബോക്സറിനെ അറിയാം. ആ കിക്ക് ബോക്സർക്ക് കൊടുത്താലോ? ഗൈസ്, ഇവിടെ സാമ്പ്രാണി കണ്ടു. നമ്മളെല്ലാവരും തള്ള വൈബിലേക്ക് നീങ്ങുകയാണ്. ചന്ദനത്തിരി സാമ്പ്രാണിയൊക്കെ വെച്ച് നമ്മൾ റൂം മണപ്പിക്കാനുള്ളതാണ്. ഞാൻ സാൻഡൽവുഡാണ് എടുത്ത്, അവളും സാൻഡൽവുഡ് എടുത്തു. അമ്മ ഏതെടുത്തമ്മ? അമ്മ വെറൈറ്റി ഏതാണ്? ലാവൻഡർ. കാണുന്നുണ്ടോ? എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്ക് വേണം. അയ്യോ അയ്യോ അയ്യോ. ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങുന്നുണ്ട്. ഇതിനകത്ത് കുറേ ക്യൂട്ട് പിക്ചേഴ്സ് ഉണ്ട്. കണ്ടോ? അതുപോലത്തെ കുറേ പിക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നതാണ്. പിന്നെ ഇവിടെ കുറേ ക്യൂട്ട് തിങ്സ് ഉണ്ട്, കുറേ ക്യൂട്ട് തിങ്സ്. ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ക്യൂട്ട് തിങ്സ്. ഓ, ഇതൊക്കെ എന്താ അമ്മ? എൻ്റെ ഉള്ളത്തെ ഇറേസർ. എനിക്കിതൊക്കെ വേണം. നല്ല വാങ്ങാൻ പോയി, ഞാൻ ഈ കടയിൽ വാങ്ങാൻ പോകണം. ഗൈസ്, നമ്മുടെ കസിൻസ് കുട്ടികൾക്ക് ടീക്കും ചിക്കും ഞാൻ കഴിഞ്ഞിട്ടും ചോക്ലേറ്റ് കൊടുത്തു. മഹിക്കും നവിക്കും, എൻ്റെ 2 കസിൻസാണ് ഇവരൊക്കെ. അപ്പോൾ അവർക്ക് വാങ്ങിച്ച ചോക്ലേറ്റ് ഞാൻ കൊടുക്കാൻ വാങ്ങും. അതുകൊണ്ട് അവർക്ക് കൊടുത്തില്ല. അതുകൊണ്ട് ഇതാണ് ഞാൻ. ഇത് നോക്ക്, ഇത് നമുക്ക് കുറേ ഉണ്ട്. പക്ഷേ അല്ലേ നവിക്കൊക്കെ നല്ല ഇല്ലല്ല, അവരുടെ സ്കൂളിൽ ഇങ്ങനത്തെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. ഇല്ല, അങ്ങനെ ഉണ്ട്. അയ്യോ, എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. ഹോട്ട് ബാഗ് അല്ലേ ഇത്? ഹോട്ട് ബാഗ്. ഭാരത് മാതാ കി ജയ്. ഗൈസ്, ചേച്ചി അവസാനം ഇതെടുത്തു. പിന്നെ ഈ ചേട്ടൻ ഞങ്ങൾ ട്വിന്നാണോ ചോദിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് രണ്ടും ലുക്കിംഗ് സെയിം പറഞ്ഞു. ഈ അഴുക്കനെ എന്നെ പോലെ ഉണ്ടെന്ന്. എനിക്കത് ഇഷ്ടമല്ല. ഗൈസ്, എന്നെ കണ്ടു ഞാനെന്ത് ഇങ്ങനെ, ഞാനൊരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്താണ് ഇപ്പം ഞാൻ എന്തോ പോലെ ഉണ്ട്. പക്ഷെ കുറച്ച് തന്നെ മാറും. ദൈവമേ, ഞാൻ വേറെ ആരോ ആയല്ലോ. അയ്യോ ഷിറ്റ്, ഞാൻ ചൈനക്കാരി. ഞാനല്ല. ഗൈസ്, നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എന്താണ് അമ്മ വെച്ച് അടിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ മുഖം എന്താ AI വെച്ച് ജനറേറ്റ് ചെയ്ത പോലെ. ഗൈസ്, ഞാൻ ആരോ പോലെ ഉണ്ടെന്നാണ് അമ്മയും പറയണത്. എനിക്കറിയില്ല. ആക്ച്വലി മുടി ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. അപ്പോൾ നമുക്ക് പപ്പേനെ വീഡിയോ കോൾ ചെയ്യാം.
ഞാൻ ആരാ? എങ്ങനെയുണ്ട്? ഓക്കെ, ഞാൻ ചുറ്റി കാണിച്ചു കൊടുക്കാം. ആ ചുറ്റി കാണിച്ചു തരാം അവള്. ഞാനല്ല. നല്ല സംഭവം. ഇത് തല വലിച്ചു കെട്ടണാണ്, എനിക്ക് തലവേദന വരും. ഞാനല്ലാതായി ഗൈസ്. ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉച്ചയ്ക്ക്. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ബീച്ചാണോ ഇഷ്ടപ്പെട്ടത്, ഷോപ്പിംഗ് ആണോ ഇഷ്ടപ്പെട്ടത്? രണ്ടും നന്നായിട്ടുണ്ട്. നിങ്ങൾ ബീച്ച് നോക്കിയത് ഞാൻ കണ്ടിട്ടേ ഇല്ല, സത്യം പറ. ഞാൻ നോക്കി. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം പറ, ഒന്നേ പറയാൻ പറ്റുള്ളൂ. അത് ഷോപ്പിംഗ് എങ്ങനെ നടക്കാലോ, കാണാമല്ലോ. നിനക്ക് ബീച്ചാണോ ഷോപ്പിംഗ് ആണോ? എനിക്ക് ബീച്ചിലേക്ക് ഇറങ്ങിയില്ല, അതുകൊണ്ട് ഇപ്പം എനിക്ക് നടക്കാൻ നമുക്ക് നീന്താൻ അറിയെങ്കിൽ ഇതാണ് ബെസ്റ്റ് സ്പോട്ട്. നല്ല രസമുണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് നടക്കാൻ വരാം വൈകുന്നേരം. വെയിൽ പോയി, അതുകൊണ്ട് നല്ല രസമുണ്ട്. നമ്മൾ റൂം ഇതുവരെ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല ഗൈസ്. ഞാനല്ലാത്ത പോലെ തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അല്ലാണ്ട് വേറെ ആരോ ലേശ അഹങ്കാരം വന്നിട്ട് ശരി, ഞാനല്ലാത്ത പോലെ തോന്നുന്നു. നീ ഒരു അണ്ടർ കവർ ഏജന്റ്. എന്നുവെച്ചാൽ ഭംഗി ഉണ്ട് എന്നാണോ പോയി എന്നാണോ? എന്തോ വേറെ ആരോ പോലെ എനിക്കും ആ ഒരു സീരിയസ് ഒരു വുമൺ, ഒരു കുറച്ച് വയസ്സ്. മെഗ്ഡി അല്ലേ അത്? മെഗ്ഡി ഐസ്ഡ് കോഫി ഉണ്ടോ നോക്കാം. ഐസ്ഡ് കോഫി ആക്ച്വലി യൂറോപ്പിലത്തെ മെഗ്ഡീസിലൊന്നും ഐസ്ഡ് കോഫി ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് മെഗ്ഡിയിൽ ഐസ്ഡ് കോഫി ഉണ്ടോയെന്നും കൂടെ നോക്കാം. എന്നിട്ട് പോയി റൂം ചെക്ക് ഇൻ ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഒത്തിരി പൈസ കളഞ്ഞ് ഷോപ്പ് ചെയ്ത് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. എന്താ നമ്മുടെ കുട്ടി വീടമ്മ, നമ്മുടെ കുട്ടി വീട്. കാടുകളുടെ ഇടയിൽ ഞങ്ങളുടെ വീട്. ഓ, ഇത് ഹോൾ നമ്മുടെയാണ്. ആ ചോയ്ക്ക്. താങ്ക് യു. ഹീറ്റർ. ഓക്കെ, നല്ല രസമുണ്ടടാ വീട്. നമ്മുടെ വീട് തന്നെ. ഞാൻ ബാത്റൂമൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ റൂം ടൂറും കഴിഞ്ഞു. ഇവിടുന്ന് പുറത്തത്തെ കാഴ്ച നോക്കും. ഞാൻ ജനൽ തുറന്ന് രാത്രി ഞാൻ പുറത്ത് ഓടും. അപ്പോൾ ഗൈസ്, ഈ ഒരു കുട്ടി വീടാണ് നമുക്ക് കിട്ടുന്നത്. മൊത്തം ജനൽ, നല്ല രസമുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇതായിരുന്നു ഗൈസ് തായ്ലൻഡിലെ ഫസ്റ്റ് ഡേ. പല്ല് പോലും തേക്കാതെ ഇരുന്ന ദിവസം. തായ്ലൻഡ് എത്തിയിട്ട് ഇതേ പല്ല് തേച്ചിട്ടില്ല. ഇപ്പം ഇവിടെ തായ്ലൻഡിൽ സമയം 4:30 അപ്പം നാട്ടിൽ 3 മണി. അപ്പം എൻ്റെ കണ്ണിൻ്റെ ചുറ്റും ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ബിക്കോസ് ഞാനൊന്ന് ഫേസ് വാഷ് ഒന്നും ഞാൻ മുഖത്ത് ചെയ്തിട്ടില്ല. ഫ്ലൈറ്റിൽ ഇന്നലെ വരുമ്പോൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ. കണ്ണൊന്നും എഴുതിയില്ല, മൊത്തം ഡള്ളായി കിടക്കണം. ബട്ട് ഫസ്റ്റ് ഡേ നമുക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു അല്ലേ? ഷോപ്പിംഗ് എന്നെ പൈസ കളയുക തന്നെ അല്ല. സോ ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് വരാം. തായ്ലൻഡ് അങ്ങനെ എത്തി. ഇനി ഒന്ന് ഉറങ്ങട്ടെ. നല്ലൊന്നും ഉറങ്ങിയില്ല ഫ്ലൈറ്റിൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്നെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചേച്ചി എങ്ങോട്ടോ പോയി, ഇതാ നടക്കുന്നു. സോ ബൈ ഗൈസ്.